പ്രിയപ്പെട്ടവരെ, ഈ ഒരു 4 വചനം ശ്രദ്ധിക്കാമോ? വെളിപാടിൻ്റെ പുസ്തകം 12:15. സ്ത്രീയെ ഒഴുകിക്കളയാൻ സർപ്പം തൻ്റെ വായിൽ നിന്ന് നദി പോലെ ജലം അവളുടെ പിന്നാലെ പുറപ്പെടുവിച്ചു. ഈ വചനത്തിൽ നിന്ന് നമ്മൾ നേരെ ലൂക്കാ സുവിശേഷം 6-ാം അധ്യായത്തിലേക്ക് പോവുകയാണ്. ഇവിടെ നമ്മളിങ്ങനെ വായിക്കുകയാണ് 6:48. ആഴത്തിൽ കുഴികുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത മനുഷ്യനോട് സദൃശ്യനാണവൻ. വെള്ളപ്പൊക്കമുണ്ടാവുകയും ഒഴുക്ക് അതിന്മേൽ ആഞ്ഞടിക്കുകയും ചെയ്തു. എന്നാൽ ആ വീടിനെ ഇളക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ അത് ബലിഷ്ഠമായി പണിയപ്പെട്ടിരുന്നു. വചനം കേൾക്കുകയും എന്നാൽ അതനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഉറപ്പില്ലാത്ത തറമേൽ വീട് പണിതവന് തുല്യൻ. ജലപ്രവാഹം അതിന്മേൽ ആഞ്ഞടിച്ചു, ഉടനെ അത് നിലം പതിച്ചു. ആ വീടിൻ്റെ തകർച്ച വലുതായിരുന്നു. ശ്രദ്ധിക്കണേ, ജലപ്രവാഹം അതിന്മേൽ ആഞ്ഞടിച്ചു. വെളിപാട് പുസ്തകത്തിലേക്ക് 12:15. സ്ത്രീയെ ഒഴുകിക്കളയാൻ സർപ്പം തൻ്റെ വായിൽ നിന്ന് നദി പോലെ ജലം അവരുടെ പിന്നാലെ പുറപ്പെടുവിച്ചു. ജലപ്രവാഹം അതിനും ആഞ്ഞടിച്ചു. ഇവിടെ വെളിപാടിൽ നമ്മൾ വായിക്കുകയാണ്, ജലപ്രവാഹം നദി പോലെ ജലം അവരുടെ പിന്നാലെ പുറപ്പെടുവിച്ചു. സാത്താൻ സഭയ്ക്കെതിരെ, പുരോഹിതർക്കെതിരെ, സന്യാസിനികൾക്കെതിരെ ദൂഷണം പറയാൻ തുടങ്ങും. ക്രിസ്ത്യാനിറ്റിക്കെതിരെ പിശാചികൾ ദൂഷണം പറയാൻ തുടങ്ങും. ഒരു പ്രളയം വരാൻ പോകുന്നത്, പ്രളയം വരും ദൂഷണത്തിൻ്റെ. അപ്പം വീണു പോകാതിരിക്കാൻ എന്ത് വേണം? വചനത്തോട് നമുക്കൊരു ബന്ധമുണ്ടാകണം. വചനമെന്ന അടിസ്ഥാനത്തിന്മേൽ വേണം നമ്മുടെ ആത്മീയത നമ്മൾ പടുത്തുയർത്താൻ വേണ്ടി. ഇല്ലെങ്കിൽ നമ്മളും ഈ ദൂഷണത്തിൻ്റെ കാലത്ത് സഭയെ തള്ളിപ്പറഞ്ഞ്, പൗരോഹിത്യത്തെ തള്ളിപ്പറഞ്ഞ്, സന്യാസിനികളെ തള്ളിപ്പറഞ്ഞ് നമ്മളും അതിനോടൊപ്പം നശിച്ചു പോകും. അതുകൊണ്ടാണ് ഈ വചനത്തിന്മേൽ അടിസ്ഥാനം വേണമെന്ന് പറയുന്നത്. ഉൽപ്പത്തി 6:17. ഭൂതലത്തിലെല്ലാം ഞാനൊരു ജലപ്രളയം വരുത്താൻ പോകുന്നു. ഉൽപ്പത്തി 7:7. നീയും കുടുംബവും പെട്ടകത്തിൽ പ്രവേശിക്കുക, ഈ തലമുറയിൽ നിന്നെ ഞാൻ നീതിമാനെ കണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, പണ്ടെങ്ങാണ്ട് പ്രളയം നടന്നതിനെക്കുറിച്ചും ആ പ്രളയത്തിൽ ഒരു പെട്ടകം രക്ഷപ്പെടുന്നതിനെക്കുറിച്ചൊന്നും അല്ല ഇത്. ഇതൊരു സൂചനയാണ് വരാൻ പോകുന്ന കാലത്ത്. ഈ പെട്ടകം എന്ന് പറയുന്നത് തിരുസഭയാണ്. തിരുസഭ ഈ സഭയ്ക്കകത്ത് നിന്ന് വേണം. സഭയ്ക്കകത്ത് എന്നെങ്കിലേ നമുക്ക് ഈശോയോട് ചേരാൻ പറ്റുകയുള്ളൂ. സഭയ്ക്കെതിരെ പലതും വരും. ഈ പണ്ടത്തെ നോഹയുടെ കാലത്ത് പ്രളയമൊക്കെ വന്നത് വരാൻ പോകുന്ന കാര്യത്തിൻ്റെ ഒരു സൂചനയായിരുന്നു. അതുകൊണ്ട് പ്രളയം വരും. ആ പ്രളയത്തിൽ ഈ തിരുസഭ, പ്രളയം എന്ന് പറഞ്ഞാൽ ജലപ്രളയം എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് ഈ നുണയുടെ ദൂഷണത്തിൻ്റെയൊക്കെ പ്രളയമാണ്. അപ്പം ഈ 2018 നടന്ന പ്രളയം ഒരുപക്ഷെ ഇതിൻ്റെയൊക്കെ സൂചനകളായിരിക്കാം. അതുകൊണ്ട് ഈ പ്രളയത്തിൽ ഈ സഭ മുങ്ങാതിരിക്കാൻ, ഈ സഭയ്ക്കകത്ത് പ്രാർത്ഥനയുടെ കരുത്തോടെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയട്ടെ. ആമേൻ.